ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ബുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ഓംലെറ്റ്. നമുക്ക് കാണാം. വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി. കുരുമുളക് പൊടി, മഞ്ഞള്, പട്ടറേമ്പ്, ഇച്ചിരി അജിനമോട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അജിനമോട്ടത്തോടെ പേടിക്കണ്ട, പറഞ്ഞുതരാം. ഇതാണ് സാധനം. കുരുമുളകും മഞ്ഞളും പട്ടറേമ്പിന്റെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൊരിക്കുക. അത് എന്ത് മസാല ആയിക്കോട്ടെ കേട്ടാ. ഇതണ്ട സവാള അങ്ങോട്ട് ഇട്ട് ശരിക്കും പറഞ്ഞാല് മട്ടൺ ഓംലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ അടിപൊളിയാണ്. അത് കഴിക്കാൻ തന്നെ എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പട്ടാ. അത് മട്ടൺ ഓംലെറ്റ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിലേ കണ്ടുപിടിച്ചതാണ്. വേറൊന്നല്ല, മട്ടൺ തന്നെ വേണമെന്നില്ല. എൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര രസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ച് ചെയ്യാം, പിന്നെ ബീഫ് വെച്ച് ചെയ്യാം, മട്ടൺ വെച്ച് ചെയ്യാം, എന്ത് അങ്ങനെ ഓരോ സാധനം വെച്ച് ഇങ്ങനെ ചെയ്യാം. കൂടാതെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടാവല്ലോ, കുറച്ച് ഇറച്ചി, ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, പിന്നെ പച്ചക്കറീൻ്റെ പല ഗ്രീൻ പീസോ കടലക്കയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഉരുളക്കിഴങ്ങ് കറിയോ. അപ്പം ഞാനിങ്ങനെ കുട്ടികളെ പറ്റിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഇറച്ചിയെല്ലാം അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കും. എല്ലാ സാധനവും എടുത്ത് കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഒരു ബൗളിലെടുത്ത് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഇച്ചിരി എണ്ണയിൽ ഇതുപോലെ തന്നെ ഇച്ചിരി മസാല, പോരാത്ത മസാല, കഴിയുന്നതും ഇതിൽ മസാല ഉണ്ടാവും. എന്നിട്ട് ബാക്കി ഈ പോരാത്ത ഇച്ചിരി മസാലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കും. അതിലെന്തോ ആയിക്കട്ടെ, മീൻ മാത്രം പാടില്ല. ബാക്കി എല്ലാ ഇറച്ചികളും പിന്നെ പച്ചക്കറികളും എല്ലാം കൂടി കൂടട്ടെ. ഈ ഇറച്ചി ഞാൻ കുഞ്ഞു കുഞ്ഞായി മുറിച്ചിട്ട് അതിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചതാ. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളെ, ഇറച്ചി വലിയ കണ്ടോണെങ്കില, അല്ലെങ്കിൽ ചിക്കൻ ആണോ വലിയ കണ്ടോ, എന്തിരിക്കട്ടെ, അത് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ, കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാപ്സിക്കം, ഇതൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതൊന്നും നമുക്ക് കുക്ക് ചെയ്യണ്ട. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര സിമ്പിളുമാണ്. അല്ലാതെ ഇന്നതില്ല. മീൻ ഒഴിച്ചു ബാക്കി എല്ലാ സംഗതികളും, പയറ് വർഗ്ഗങ്ങളോ ഇനി കക്കറിച്ച് പോലും ഞാൻ ഇട്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അജിനമോട്ടോ വേണി, ഞാൻ അജിനമോട്ടോ ഇതിലിട്ടു കുറച്ച്. അത് കേടൊന്നുമല്ല, വെറുതെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. നമ്മൾ വല്ലപ്പോഴും ചില സംഗതിക്ക് ഇടുന്നേ. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട. ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ ഓഫ് ചെയ്യണം. കണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ആ മസാലയില് ആ സവാള ഒന്നായി, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇത് 2 മുട്ടയാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഞാൻ പറഞ്ഞില്ല അജിനമോട്ടോ ഒരിച്ചിരി മതി. ഇതണ്ട, ഞാൻ ആകെ ഇത്ര എടുത്തു വെച്ചത്. അതിൻ്റെ ഇതണ്ട, ഇത്ര മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിലിടണം. ഉപ്പും കുരുമുളകും, പൊട്ടിക്കൽ അജിനമോട്ടോ. അപ്പൊ അജിനമോട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, അല്ലാത്തവര് ഒഴിവാക്കാം. ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇടാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ നല്ലോണം ഇടണമെങ്കിൽ ഇടാം. ഇനി ജസ്റ്റ് മടക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി. ഇനി എൻ്റെ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.